മെഗാസ്റ്റാറായ മമ്മൂട്ടിയുടെ സിനിമകളിലൂടെ നിരവധി ബോളിവുഡ് നടിമാർ മലയാളത്തിൽ അരങ്ങേറിയിട്ടുണ്ട്. അവരെല്ലാം ചിലപ്പോൾ ഒന്നോ രണ്ടോ മലയാള സിനിമകളിൽ മാത്രമേ മുഖം കാണിച്ചു കാണൂ. പക്ഷേ ബോളിവുഡിൽ നിരവധി സിനിമകളിൽ നായികയായും മറ്റും തിളങ്ങിയിട്ടുള്ളവരാണ് ഇവരെല്ലാം തന്നെ. ബോളിവുഡിലെ സൂപ്പർ താരങ്ങളായ അമിതാഭ് ബച്ചനോടും ഷാരൂഖ് ഖാനോടും അമീർ ഖാനൊപ്പവുമെല്ലാം അഭിനയിച്ചിട്ടുള്ള താരങ്ങൾ മമ്മൂട്ടിക്കൊപ്പം മലയാളത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില സിനിമകൾ ബോക്സ് ഓഫീസിൽ വിജയമായിട്ടുണ്ട്. അതോടൊപ്പം ചിലത് പരാജയപ്പെട്ടിട്ടുമുണ്ട്. ഏറ്റവും ഒടുവിൽ മമ്മൂട്ടിക്കൊപ്പം മലയാളത്തിലെത്തിയത് ബോളിവുഡിലെ ഗ്ലാമർ താരമായ സണ്ണി ലിയോണാണ്. മധുരരാജ എന്ന സിനിമയിലൂടെയായിരുന്നു അത്. ജയപ്രദ ഒരു നടിയും രാഷ്ട്രീയ പ്രവർത്തകയും മുൻ എംപിയുമായ താരമാണ്. അമിതാഭ് ബച്ചൻ ഉൾപ്പെടെയുള്ള താരങ്ങളോടൊപ്പം ബോളിവുഡിൽ തിളങ്ങിയിട്ടുണ്ട്. കൂടാതെ ഒട്ടനവധി തെന്നിന്ത്യൻ സിനിമകളിലും. മലയാളത്തിൽ മോഹൻലാൽ നായകനായ ദേവദൂതൻ, പ്രണയം എന്നീ സിനിമകളിലൂടെയാണ് ജയപ്രദ സുപരിചിതയായി എങ്കിലും മലയാളത്തിൽ അരങ്ങേറിയത് മമ്മൂട്ടി ചിത്രമായ ഇനിയും കഥ തുടരും എന്ന സിനിമയിലൂടെയാണ്. ബോളിവുഡ് ചലച്ചിത്ര രംഗത്തെ പ്രമുഖ നടിയും ചലച്ചിത്ര നിർമ്മാതാവും TV അവതാരകയുമൊക്കെയായ താരമാണ് ജൂഹി ചൗള. ബോളിവുഡിൽ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളുടെയും നായികയായി അഭിനയിച്ചിട്ടുള്ള താരം മലയാളത്തിൽ ഒറ്റ ചിത്രത്തിലെ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും അതിൽ തന്നെ മലയാളത്തിലെ സൂപ്പർ താരങ്ങളോടൊപ്പം അഭിനയിക്കാനായി. മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചെത്തിയ ഹരികൃഷ്ണൻസ് ആണ് ജൂഹി ചൗള അഭിനയിച്ച ആ മലയാള ചിത്രം. ബോളിവുഡിലെ നടിയായ പ്രിയ ഗിൽ തമിഴിലും കന്നഡയിലുമൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അമിതാഭ് ബച്ചൻ കോർപ്പറേഷൻ നിർമ്മിച്ചിട്ടുള്ള 1996 എന്ന ചിത്രത്തിലാണ് പ്രിയ ആദ്യമായി അഭിനയിച്ചിട്ടുള്ളത്. കൂടാതെ സിർഫ് തും, ജോഷ് തുടങ്ങിയ നിരവധി ഹിറ്റ് സിനിമകളും. പ്രിയദർശൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രം മേഘമാണ് മലയാളത്തിൽ പ്രിയ അഭിനയിച്ച ചിത്രം. TG വിശ്വംഭരൻ ഒരുക്കി മമ്മൂട്ടി, മധു, ജഗദീഷ്, നമ്രത ശിരോഡ്കർ, രസിക എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഏഴു പുന്നത്തരകൻ എന്ന സിനിമയിലെ നായികയെ ഓർക്കുന്നുണ്ടോ? 1999 പുറത്തിറങ്ങിയ ചിത്രത്തിലെ നായികയായ അശ്വതി വർമ്മ എന്ന കഥാപാത്രമായി എത്തിയത് ബോളിവുഡിലെ തിരക്കേറിയ താരമായ നമ്രത ശിരോഡ്കർ ആയിരുന്നു. 2003 ഭൂം എന്ന സിനിമയിൽ നായികയായി എത്തിയ താരമാണ് കത്രീന കൈഫ്. ഇപ്പോൾ ബോളിവുഡിലെ ഏറെ വിലപിടിച്ച താരമാണ്. ഹിന്ദി സിനിമകളിലാണ് കൂടുതലായും അഭിനയിച്ചിട്ടുള്ളത് എങ്കിലും മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിലും താരം അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ മമ്മൂട്ടിക്കൊപ്പം കത്രീന അഭിനയിച്ച ചിത്രമാണ് ബൽറാം വസ് താരദാസ്. ബോളിവുഡ് താരമായ തുലിപ് ജോഷി ഹിന്ദി, കന്നഡ, തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷാ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മേജർ രവി മമ്മൂട്ടിയെ നായകനാക്കി ഒരുക്കിയ സൈനിക പശ്ചാത്തലത്തിലുള്ള ചിത്രമായ മിഷൻ 90 ഡേയ്സിലൂടെയാണ് താരം മലയാളത്തിലെത്തിയത്. ബോളിവുഡ് ചലച്ചിത്ര നടിയും നിർമ്മാതാവും എഴുത്തുകാരിയുമായ ടിസ്ക ചോപ്ര വിവിധ ഭാഷകളിലായി 50ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടിക്കൊപ്പം മായാബസാർ എന്ന സിനിമയിലാണ് ടിസ്ക അഭിനയിച്ചത്. ലഗാൻ, മുന്നാഭായ് MBBS ഉൾപ്പെടെ നിരവധി ബോളിവുഡ് സിനിമകളുടെ ഭാഗമായിട്ടുള്ള നടിയാണ് ഗ്രേസി സിംഗ്. മലയാളത്തിൽ ജയരാജ് ഒരുക്കിയ മമ്മൂട്ടി ചിത്രം ലൗഡ് സ്പീക്കറിലൂടെയാണ് താരം എത്തിയത്. മോഡൽ, ചലച്ചിത്ര താരം തുടങ്ങിയ നിലകളിൽ പ്രശസ്തയായ താരമാണ് തപ്സി പന്നു. തെലുങ്ക്, തമിഴ് സിനിമകളിലൂടെ തിളങ്ങി ബോളിവുഡിലെ മിന്നും താരമായി മാറിയ തപ്സി മലയാള സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. സോഹൻ സീനുലാൽ സംവിധാനം ചെയ്ത ഡബിൾസിലാണ് താരം അഭിനയിച്ചത്. മമ്മൂട്ടിയായിരുന്നു ചിത്രത്തിലെ നായകനായി എത്തിയിരുന്നതും. നടിയും മോഡലുമായ ഹുമ ഖുറേഷി നാടകങ്ങളിലൂടെയും പരസ്യ ചിത്രങ്ങളിലൂടെയും ആരംഭിച്ച ശേഷമാണ് പിന്നീട് ഇവർ ബോളിവുഡിലെ നടിയായി മാറിയത്. അനുരാഗ് കശ്യപ് ചിത്രങ്ങളിലൂടെയാണ് തിളങ്ങിയത്. മമ്മൂട്ടിക്കൊപ്പം വൈറ്റ് എന്ന സിനിമയിലൂടെയാണ് ഹുമ മലയാളത്തിലെത്തിയത്. ബോളിവുഡിലെ ഗ്ലാമർ താരമാണ് സണ്ണി ലിയോൺ. കരൺജിത് കൗർ വോഹ്യ എന്നായിരുന്നു ആദ്യത്തെ പേര്. സിനിമയിൽ സജീവമായതോടെ സണ്ണി എന്ന പേര് സ്വീകരിച്ചു. നീലചിത്രങ്ങളിലൂടെ ചലച്ചിത്ര രംഗത്തേക്ക് പ്രവേശിച്ച താരം മോഡലിംഗ് രംഗത്തും ഏറെ സജീവമാണ്. ബോളിവുഡിൽ ഐറ്റം ഡാൻസിലൂടെ ശ്രദ്ധ നേടിയതിനു ശേഷം പിന്നീട് നായികാവേഷങ്ങൾ ലഭിച്ചു തുടങ്ങിയ താരം മധുരരാജ എന്ന മലയാളം സിനിമയിൽ ഐറ്റം ഡാൻസ് ചെയ്താണ് മലയാളത്തിൽ അരങ്ങേറിയത്.